ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഗൈസ്. സൺഡേ രാവിലെ ഞങ്ങൾ വടിയിട്ട് ഒരു ഡയറക്ഷനിലോട്ട് ഞങ്ങൾ സൈക്കിൾ ഓട്ടി പോകാൻ തുടങ്ങി. ആ ഡയറക്ഷൻ ലീഡ് ചെയ്തത് ഞങ്ങളുടെ രജീഷിൻ്റെയും ബിനീഷിൻ്റെയും വീട്ടിലോട്ടാണ്. എന്തായാലും സൺഡേ നല്ല വെതർ ആയതുകൊണ്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ സൈക്കിളിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. രജീഷിൻ്റെ വീട് ഒരു 4.5 കിലോമീറ്റർ നമ്മുടെ വീട്ടിൽ നിന്നുണ്ട്. പോകുന്ന വഴിക്ക് ആപ്പിൾ ഫാമും പിന്നെ ആഡിഡാസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും നമ്മുടെ ജർമ്മൻ ഫുട്ബോൾ നാഷണൽ ടീം സ്റ്റേ ചെയ്യുന്ന ക്യാമ്പസും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ ഫാമിംഗ് ചെയ്യുന്നത് വീറ്റ്, ബാർലി, കോൺ, ഷുഗർ ബീറ്റ്സ്, പിന്നെ അതേ കൂട്ട് വെജിറ്റബിൾസ് ആയി, ഫ്രൂട്ട്സ് ആയി, അതിൻ്റെയൊക്കെ ധാരാളം ഫാം നമുക്ക് കാണാൻ കിട്ടും കേട്ടോ. എന്തായാലും ഞാൻ പോകുന്ന വഴിക്ക് കണ്ട ആപ്പിൾ ട്രീസിൽ നിന്ന് 2-3 ആപ്പിളൊക്കെ പറിച്ചെടുത്തിട്ടോ. ഈ ആപ്പിൾ ഇപ്പോൾ ചെറുതാണ്, ഇതൊക്കെ നല്ല വലിയ ആപ്പിൾസ് ആവും. പക്ഷേ എനിക്കത് കണ്ടു കഴിഞ്ഞപ്പം ഒന്ന് പറിക്കണം എന്ന് തോന്നി. അതുകൂട്ട് പറിച്ച സമയത്ത് 2-3 എണ്ണം താഴെ വീണപ്പോൾ ഞാൻ അതും എടുത്ത് എൻ്റെ ബാസ്ക്കറ്റിലിട്ടു. ഇത് വെച്ച് നമുക്കിനിയും പിക്കിൾ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ വെറുതെ ഉപ്പും മുളകും കൂട്ടിയിട്ട് കഴിക്കാം. നമ്മുടെ പച്ച മാങ്ങ ഒക്കെ കഴിക്കുന്ന കൂട്ട് നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിനിപ്പോൾ മധുരം ഇല്ലായിരിക്കും, ഒരു ചെറിയ പുളിപ്പായിരിക്കും, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഓക്കെ. അങ്ങനെ ഞാൻ മുന്നിലോട്ട് പോയപ്പോഴാണ് നമ്മുടെ വീടിനടുത്തുള്ള ആഡിഡാസിൻ്റെ വലിയ ക്യാമ്പസ് കണ്ടേട്ടോ. ഈ കാണുന്ന ബസ്സിലാണ് നമ്മുടെ ജർമ്മൻ നാഷണൽ ഫുട്ബോൾ ടീം യൂറോ കപ്പിന് ജർമ്മനിയിലെ സ്റ്റേറ്റ്സിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന ഹോം ഗ്രൗണ്ടാണ് ആഡിഡാസിൻ്റെ. ഹോം ഗ്രൗണ്ട് ബേസിക്കലി ഒരു 3790 മീറ്റർ സ്ക്വയറിൽ സ്പ്രെഡ് ആയിട്ട് കിടക്കുവാണ്. നമ്മുടെ നാഷണൽ ഫുട്ബോൾ ടീമിന് താമസിക്കാനുള്ള വീട്, അവർക്ക് ചിൽ ഔട്ട് ചെയ്യാനുള്ള റെസ്റ്റോറൻറ്റ്സ്, അവരുടെ ഓഫീസ് സ്പേസസും, പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് കെയറും ജിമ്മും എല്ലാം ഈ ക്യാമ്പസിനകത്തുണ്ട് കേട്ടോ. ഇതൊരു റിസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. നമുക്ക് ജനറൽ പബ്ലിക്കിന് അവിടെ പോയി അവരെ കാണാനോ മീറ്റ് ചെയ്യാനോ പറ്റത്തില്ല. പക്ഷേ ആഡിഡാസിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് ഈസിലി അവരെ കാണാൻ പറ്റും. അവർ സൈക്ലിംഗ് ചെയ്യുന്നതും ഇല്ലെങ്കിൽ അവർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതും ഒക്കെ ക്യാമ്പസിനുള്ളിലായതുകൊണ്ട് എംപ്ലോയീസിനൊക്കെ അത് ഈസിലി കാണാൻ പറ്റും കേട്ടോ. പിന്നെ ആ നിൽക്കുന്ന ശ്രീനിയേട്ടനും വൈകിയും സൗപ്പുവാണേ, അവരെന്നെക്കാട്ടിലൊക്കെ ഒത്തിരി മുന്നേ പോയി. ഞാൻ ഇത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്യുമായിരുന്നു കേട്ടോ. അധികം താമസിക്കാതെ തന്നെ ഞാൻ സൈക്കിളിൽ ഓട്ടി ശ്രീനിയേട്ടൻ്റെയും കുട്ടികളുടെയും കൂടെ തന്നെ എത്തി. അങ്ങനെ ഞങ്ങൾ ആഡിഡാസിൻ്റെ മെയിൻ അറീനയുടെ എൻട്രൻസിലോട്ട് കയറുവാണ് ഗൈസ്. ഇവിടാണ് നമ്മുടെ ഫുട്ബോൾ ടീമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. കണ്ടില്ലേ, അതാണ് ആഡിഡാസ് ക്യാമ്പസ്. ഇതാണ് ഒഫീഷ്യൽ ബോൾ കൊണ്ടുവന്ന വണ്ടി ഗൈസ്. നാഷണൽ ടീം കണ്ടില്ലേ, ഇത് ഞാനിവിടെ 5 വർഷം ജോലി ചെയ്ത സ്ഥലമാണ് ഗൈസ്. ഇവിടെ ഫുൾ മീഡിയ കവറേജ് ഉണ്ട്. ഇവിടുത്തെ ഫുട്ബോൾ പ്ലെയേഴ്സൊക്കെ ഇവിടെ കാണും. അതുകൊണ്ടാണ് മീഡിയക്കാരൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ഗൈസ്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. ഹെഡ് ക്വാർട്ടേഴ്സിലെ IT-യും R&D ഒക്കെ ടീംസ് ഇരിക്കുന്നത്. ഞാനിവിടെ 2nd ഫ്ലോറിൽ 5 വർഷം ജോലി ചെയ്താണ് ഗൈസ്. എപ്പോഴും ഒരു നൊസ്റ്റാൾജിയാണ്. മീഡിയക്കാർ ക്യാമറ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫുട്ബോൾ ടീം ഇവിടെ ചിലപ്പം എക്സസൈസ് അല്ലെങ്കിൽ വാക്കിംഗ്, റണ്ണിങ്ങിനൊക്കെ വരുന്നുണ്ടായിരിക്കും. 1984 മുതലുള്ള യൂറോ കപ്പിൻ്റെ സ്പെഷ്യൽ സ്പോൺസേഴ്സാണ് ആഡിഡാസ്. ആഡിഡാസിൻ്റെ ഫുട്ബോളാണ് യൂറോ കപ്പിൽ ഉപയോഗിക്കുന്നത്. 2024 യൂറോ കപ്പിൽ ഉപയോഗിച്ചേക്കുന്ന ആഡിഡാസിൻ്റെ ഫുട്ബോളാണ്. അതിൻ്റെ ഒരു ഡിസ്പ്ലേ നമുക്ക് ഈ ക്യാമ്പസിൽ കാണാൻ കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ ദ പബ്ലിക് ഗൈസ്. കൈ വിട്ടിട്ടുള്ള കളിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ സൈക്കിളൊക്കെ ഓടിച്ച് ആഡിഡാസ് ഹെർസോ ബേസിൽ കൂടെ കറങ്ങി ഹെർസോയുടെ ഔട്ട്ലെറ്റിലെത്തി ഗൈസ്. അതാണ് ആഡിഡാസിൻ്റെ ഔട്ട്ലെറ്റും ബ്രാൻഡ് സ്റ്റോറും ആയിരുന്നു എൻ്റെ പുറകിൽ ഗൈസ്. ഞങ്ങളങ്ങനെ രജീഷിൻ്റെ വീട്ടിലെത്താറായി ഗൈസ്. ഓൾമോസ്റ്റ് എത്തി. തിരക്കുവാണ്, കയറുന്നു. ഞങ്ങളങ്ങനെ രജീഷിൻ്റെ വീട്ടിലൊക്കെ എത്തി ഗൈസ്. എത്തി. ഞങ്ങൾ രജീഷിൻ്റെ ബിനീഷിൻ്റെ വീട്ടിലൊരു ഷോർട്ട് ബ്രേക്കൊക്കെ എടുത്ത് കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് ഗോസിപ്പൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് സൈക്കിൾ ചവിട്ടി പോവാണ് ഗൈസ്. അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് 4.5 കിലോമീറ്റർ ഇനി തിരിച്ചു ഓടിക്കണം. സമയം 3:30 ആയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, ഞങ്ങൾക്കും നല്ല വിശപ്പുണ്ടായിരുന്നു.
അടുത്ത് കണ്ട മാക്ഡിലോട്ട് ഞങ്ങൾ ഇടിച്ച് തള്ളി കയറി ഓരോ ബർഗറൊക്കെ ഉള്ളിലാക്കി. ഒരു ഒട്ടകത്തിനെ തിന്നേണ്ട വിശപ്പുണ്ട്, പക്ഷേ ഞങ്ങൾ ഓരോ ബർഗറിൽ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇത്രയും നേരം സൈക്കിൾ ഓട്ടി എല്ലാം വെറുതെ എഫർട്ട്ലെസ് ആവില്ലേ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. പിന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ നമുക്ക് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ ഗൈസ്. ടേക്ക് കെയർ ആൻഡ് ബൈ. സൗപ്പൂൻ്റെ മേത്ത് ഏതാണ്ട് ഇൻസെക്റ്റ് വന്നതിൻ്റെ ഉള്ള ബഹളമായി കേട്ടോ ഗൈസ്.